പാലക്കാട് നഗരസഭ ആര് ഭരിക്കും? കേവല ഭൂരിപക്ഷമില്ലാത്ത ഈ നഗരസഭയായി ഇപ്പോൾ പാലക്കാട് നിൽക്കുകയാണ്. ഈ ബി.ജെ.പിയുടെ നേതാവ് സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെ 25 പേരാണ് കൗൺസിലർമാരായി ഉള്ളത്. ബി.ജെ.പി പാലക്കാട് നഗരം 3ാം തവണയും ഭരിക്കുമോ? അല്ല, അതിനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ നമുക്ക് സാധിക്കില്ല. 21-നാണ് സത്യപ്രതിജ്ഞ. കൗൺസിലർമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 21-ാം തീയതിയാണ്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം ആരാണ് ഭരിക്കാൻ പോകുന്നതെന്നൊക്കെ. സ്വാഭാവികമായിട്ടും അംഗങ്ങൾ തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് നടന്നാലല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ആര് ഭരിക്കുന്നില്ല. ബി.ജെ.പി സ്വാഭാവികമായിട്ടും 53 സീറ്റുകളിൽ 25 സീറ്റ് വിജയിച്ച ബി.ജെ.പിക്കാണ് ജനം കൂടുതൽ സീറ്റ് നൽകിയിരിക്കുന്നത്. ജനാഭിലാഷം എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് അനുകൂലമാണ്. ഇനി അത് അട്ടിമറിക്കാൻ എല്ലാവരും കൂടി ഒരുമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഈ കാണാൻ പോകുന്ന പൂരം നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ 21-ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമേ എന്നാണ് ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പൊക്കെ തീരുമാനിക്കുക? ഡേറ്റ് അന്നാ തീരുമാനിക്കുള്ളൂ അല്ലേ? അത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഈ 21-ൻ്റെ ഡേറ്റും കൃത്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതായത് കഴിഞ്ഞ തവണ 21-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നടന്നത്. അപ്പോൾ ഈ 5 വർഷത്തെ കാലാവധി അവസാനിക്കുന്നത് 20-ാം തീയതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 21-ാം തീയതി സത്യപ്രതിജ്ഞ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ചെയർമാൻ വൈസ് ചെയർമാൻ്റെയൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, റഷീദ്. ഈ റഷീദ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഈ LDFിൻ്റെയും UDFിൻ്റെയും കൗൺസിലർമാർ അവരെ പിന്തുണച്ചാൽ സ്വാഭാവികമായിട്ട് ഈ എണ്ണം കുറവുള്ളതുകൊണ്ട് BJP പരാജയപ്പെടും. അങ്ങനൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? മതേതര മുന്നണിയല്ലേ? മതേതര മുന്നണി എന്ന് പറഞ്ഞ് ഇപ്പോൾ പല വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ അത് മതേതര മുന്നണി എന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് സത്യത്തിലൊരു മാങ്കൂട്ട മുന്നണി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് ഈ 3 മാസക്കാലം അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ ചിത്രം ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതേതര മുന്നണി എന്ന് പറയുന്നത്, ഇൻവെർട്ടഡ് കോമാസിലുള്ള ഈ മതേതര മുന്നണി എന്ന് പറയുന്നതിൽ അതിൽ വെൽഫെയർ പാർട്ടിയുണ്ട്, SDPI ഉണ്ട്, അതേപോലെ തന്നെ അല്ല അവരുടെയൊക്കെ വോട്ടൊക്കെ പലയിടത്തും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. SDPI, വെൽഫെയർ പാർട്ടി, അതുപോലെ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള തീവ്രവാദി ശക്തികളുടെ അടക്കമുള്ള വോട്ട് വാങ്ങിച്ച് ഇവരൊക്കെ ഒരുമിച്ച് വന്ന് BJPയെ ഇവിടെ കിട്ടിയിട്ടുള്ള ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് ഉണ്ടല്ലോ, അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകൾ ഈ പറയുന്ന മാങ്കൂട്ട മുന്നണി ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കും. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ഇവിടെ മാൻഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവരെല്ലാവരും കൂടിയിട്ട്, ഇവരൊക്കെ വെവ്വേറെയാണല്ലോ മത്സരിച്ചത്, വേറെ വേറെ പ്രകടന പത്രിക, വേറെ വേറെ സ്ഥാനാർത്ഥികൾ, വേറെ വേറെ ചിഹ്നങ്ങൾ, ഇവരെല്ലാം ഒരുമിച്ച് വന്ന് ഈ പറയുന്ന മാങ്കൂട്ട മുന്നണികൾ, അതായത് ഈ ക്രിമിനൽ മാഫിയകൾ, ബലാത്സംഗ കേസിലെ പ്രതികൾ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഒരു ഗ്രൂപ്പ് ഈ പറയുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അത് പൊതുജനങ്ങളുടെ മുമ്പാകെ അത് തുറന്നു കാണിക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇവിടെ ഒരു മുന്നണി എന്ന LDF UDF മുന്നണി എന്നുള്ളതിന് പകരം ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്നു. ഒരുപക്ഷെ ഈ വൈസ് ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എനിക്കറിയില്ല അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ലല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഇൻഫർമേഷൻസ് ഉണ്ടാവും, എനിക്കറിയില്ല അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു മാങ്കൂട്ട മുന്നണിക്ക് സാധ്യതയുണ്ട് എന്ന് നിങ്ങളെപ്പോലുള്ള പത്രക്കാർ പറയുന്നു. പിന്നെ അതേപോലെ തന്നെ മീഡിയ 1 പോലുള്ള ചാനലുകൾക്കും ഈ പറയുന്ന താല്പര്യമുണ്ട് ഇത്തരത്തിലുള്ള മാങ്കൂട്ട മുന്നണി വരുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ മാങ്കൂട്ട മുന്നണി എന്നുള്ളതായിരിക്കും അതിന് നിങ്ങൾ പേരിട്ട്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ ഇൻഡി സഖ്യം എന്നാണ് BJP പറയാറുള്ളത്. അപ്പോൾ ഒരു മാങ്കൂട്ട മുന്നണി എന്നുള്ള രീതിയിലാണ് അതിനെ പ്രതിരോധിക്കുക. ഇന്ത്യ സഖ്യത്തിനെ ഇന്ത്യ സഖ്യമെന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ആ അവസാനത്തെ ഇന്ത്യയിലെ ആ A എന്ന് പറയുന്നത് അലയൻസാണ്. മലയാളത്തിൽ മുന്നണി എന്ന് പറയും. അപ്പോൾ ആ A ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ്, ഇന്ത്യ മുന്നണി. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇന്നലെ അടക്കം കണ്ടല്ലോ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മാങ്കൂട്ടത്തിൻ്റെ കാലിൽ വീഴുന്ന കൗൺസിലർമാരെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ മാങ്കൂട്ട മുന്നണി സ്വാഭാവികമായിട്ടും രൂപപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ ഭാരതീയ ജനതാ പാർട്ടി തുറന്നു കാണിക്കും. ഇപ്പോൾ താങ്കൾ നിലവിൽ വൈസ് ചെയർമാനാണ്, അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന ട്രഷററാണ്. ഈ നഗരസഭയിൽ BJPക്കാണ് ഭരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയർമാനായി താങ്കൾ തന്നെ ഉണ്ടാവും. അതൊക്കെ
പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ കൗൺസിലറായിട്ട് സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല. 20 21 ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്ന ആ ദിവസത്തിലാണ് കൗൺസിലറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതൊക്കെ കഴിയട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ ചെയർമാൻ ആരാവണം എന്നുള്ളത്. എന്തായാലും BJP ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്തരം ചർച്ചകൾ ഒന്നും തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുമില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും ആരായിരിക്കും പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷൻ എന്നറിയാൻ. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.